തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പുഴയിലെ ഹാർബർ നിർമ്മാണം ഈ മാസം അവസാനത്തോടെ ആരംഭിക്കും. ടെട്രാപോഡുകളുടെ നിർമ്മാണവും ഡ്രഡ്ജിംഗും പുരോഗമിക്കുകയാണ്. കാലങ്ങളായുള്ള ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. വിവരങ്ങളുമായി ശ്രീനന്ദ SP തിരുവനന്തപുരത്ത് തുടരുകയാണ്. ശ്രീനന്ദ പറയും. അഖി സൂചിപ്പിച്ചതുപോലെ തന്നെ മുതലപ്പുഴയിലെ ഹാർബർ നിർമ്മാണം ഈ മാസം 20-ാം തീയതിയോടുകൂടി തന്നെ ആരംഭിക്കും എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കടൽ ശാന്തമായി കാലാവസ്ഥ കൂടി അനുകൂലമായി കഴിഞ്ഞാൽ പുലിമുട്ടിന്റെ നീളം കൂട്ടുന്ന പ്രവൃത്തികളെല്ലാം തന്നെ ഈ മാസം അവസാനത്തോടുകൂടി 20-ാം തീയതി തുടങ്ങുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും തന്നെ. ഇതിനായുള്ള കരിങ്കല്ലുകളൊക്കെ തന്നെ പ്രദേശത്ത് എത്തിച്ചു തുടങ്ങി. 8ഉം 10ഉം വലിപ്പമുള്ള കരിങ്കല്ലുകളാണ്. ടെട്രാപോഡുകളുടെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ 600 ടെട്രാപോഡുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. 2 മാസം കൊണ്ട് ഡ്രഡ്ജിംഗ് പൂർത്തിയാക്കാനാണ് ശ്രമം നടക്കുന്നത്. ഡ്രഡ്ജിംഗ് ചെയ്തെടുക്കുന്ന മണൽ ദേശീയപാത നിർമ്മാണ അതോറിറ്റിക്ക് കൈമാറാനാണ് സംസ്ഥാന സർക്കാരിന് ശുപാർശയൊക്കെ നൽകിയിട്ടുണ്ട്. 177 കോടി രൂപയാണ് ഹാർബർ നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരുമാണ് വഹിക്കുന്നത്. എന്തായാലും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിനാണ് ഈ പദ്ധതിയുടെ മേൽനോട്ട ചുമതല. നിരവധി കാര്യങ്ങൾ കാരണം ഡ്രഡ്ജിംഗ് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കണ്ണൂരിൽ നിന്ന് വരെ എത്തിച്ച ചന്ദ്രഗിരി ഡ്രഡ്ജറിന്റെ അവസ്ഥ മൂലം നിരവധി തവണ ഈ ഒരു ഡ്രഡ്ജിംഗ് നടപടികളൊക്കെ നിർത്തിവെക്കേണ്ട 6 മാസത്തോളം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാ സാഹചര്യങ്ങൾക്കും ഒടുവിലാണ് ഇപ്പോൾ വീണ്ടും ഡ്രഡ്ജിംഗ് ഒക്കെ പുനരാരംഭിച്ചിരിക്കുന്നത്. എന്തായാലും 20-ാം തീയതിയോടുകൂടി തന്നെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകും എന്നൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ കാലങ്ങളായുള്ള ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ സമര പോരാട്ടങ്ങൾക്കും ഒടുവിലാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും ഉത്തരവും ഒക്കെ തന്നെ ഈ മാസം 20-ാം തീയതിയോടുകൂടി തന്നെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും തന്നെ. എന്തായാലും ഈ മാസം 20-ാം തീയതി തന്നെ ഈ ഒരു നടപടികളൊക്കെ തന്നെ ഉണ്ടാകും എന്നൊരു കാര്യമാണ് നമുക്ക് ഈ മണിക്കൂറിൽ പറയാൻ കഴിയുന്നത്.